എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. വിശുദ്ധ ബൈബിളിൻ്റെ പേരിൽ, വിടുതലിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും പേരിൽ, ആത്മീയതയുടെ മറവിൽ ശാരീരികവും സാമ്പത്തികവുമായിട്ടൊക്കെയുള്ള വിവിധ തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് ഇരയായ ധാരാളം ആളുകളെ എനിക്കറിയാം. ഒരുപാട് ചെറുപ്പക്കാർ ഇനിയും പ്രാർത്ഥിക്കുന്നില്ല, ഇനി ആരാധനയ്ക്ക് പോകുന്നില്ല, ഇനിയും വേദപുസ്തകം എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് തങ്ങളുടെ ജീവിതത്തിൽ ആത്മീയർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ശുശ്രൂഷകന്മാർ എന്നൊക്കെ പേര് പറയുന്ന ആളുകളിൽ നിന്നുണ്ടായ ദുരനുഭവങ്ങൾ കൊണ്ട് വല്ലാത്ത അവസ്ഥയിലായിപ്പോയി ഒരുപാട് ആളുകളെ അറിയാം. ദുഃഖകരമെന്ന് പറയട്ടെ, ഇതിനെല്ലാം കാരണം യഥാർത്ഥമായ ദൈവവചന അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ വിവേചിക്കാത്തതും മനസ്സിലാക്കാത്തതുമാണ്. ഇന്ന് ഒരുപക്ഷെ ഏറ്റവും അധികം ആത്മീക മേഖലകളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, നമ്മൾ ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കാണുന്ന ഈ ദ്രവ്യാഗ്രഹത്തിൻ്റെ ഈ എന്താ പറയുന്നത്, അതിരുകൾ ഭേദിച്ചുകൊണ്ടുള്ള പ്രസ്താവനകളും അത്തരത്തിലുള്ള പ്രവൃത്തികളുമൊക്കെയാണ്. ഇതിനെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. സത്യത്തിൽ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം, നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ അവിടെയും ഇവിടെയും നിന്നൊക്കെ ഉയർന്നു വരുന്ന സാമ്പത്തികമായ വിഷയങ്ങൾ, അതിനോട് ബന്ധപ്പെട്ടുള്ള പ്രസംഗങ്ങൾ, ഇതൊക്കെ ഒരുപാട് പേരെ വേദനയിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ കാണുന്നൊരു ചാനലാണ് നമ്മുടെ ഈ ഒരു ചാനൽ. അതുകൊണ്ട് പല പ്രിയപ്പെട്ടവരും അതിനെക്കുറിച്ച് ഒരു ചെയ്തവരെ കുറ്റപ്പെടുത്തലല്ല, അവർ ചെയ്യട്ടെ, പക്ഷേ അത് നമ്മളല്ല. അവരെ കുറ്റപ്പെടുത്താനും അവരെ വിസ്തരിക്കാനും ഒന്നും നമ്മളെ ആരെയും ദൈവം ഏൽപ്പിച്ചിട്ടില്ല. അവരെ ചെയ്യുന്നവർ അവരാരെങ്കിലുമൊക്കെ ആയിക്കൊള്ളട്ടെ. പക്ഷേ അബദ്ധങ്ങൾ സംഭവിക്കാതിരിക്കാൻ, ഇനിയും പലരുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സത്യസന്ധമായി ദൈവത്തിൻ്റെ വചനം എന്തു പറയുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു അവബോധം നൽകണമെന്നൊരു കുറേ പേര് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഇടയിലേക്ക് എത്തിപ്പാനായിട്ട് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. നമ്മൾ വേദപുസ്തകത്തിൻ്റെ യഥാർത്ഥമായ ഒരു പഠനത്തിലേക്ക് നമ്മൾ പോയാൽ നമുക്ക് ഇത്തരത്തിലുള്ള കള്ള നാണയങ്ങളെ തിരിച്ചറിയാനായിട്ട് പറ്റും. കൃത്യമായി എങ്ങനെ തിരിച്ചറിയാനായിട്ട് പറ്റും എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു വ്യക്തി യഥാർത്ഥമായി ദൈവവചനമാണോ പ്രസംഗിക്കുന്നത്, യഥാർത്ഥമായി പരിശുദ്ധാത്മാവിനാലുള്ള നിയന്ത്രണമാണോ അതിൻ്റെ അകത്തുള്ളത് എന്നുള്ള കാര്യങ്ങൾ ദൈവ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ആഴമായ ഒരു ദൈവവചന പഠനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എങ്ങനെയാണ് കള്ള അപ്പോസ്തോലന്മാരെയും കള്ള പ്രവാചകന്മാരെയും ദുരുപദേഷ്ടാക്കന്മാരെയും തിരിച്ചറിയാനായിട്ട് കഴിയുന്നത്? എങ്ങനെ അത് സാധിക്കും? ഞാൻ എല്ലായ്പ്പോഴും ദൈവത്തിന് നന്ദി പറയുന്നൊരു കാര്യമുണ്ട്. നന്ദി പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഞാൻ വിശ്വാസത്തിലേക്ക് വന്ന സമയത്ത് ശരിക്കും ദൈവവചനം പഠിപ്പിക്കുന്നതിനേക്കാൾ ഉപരി പ്രസംഗിക്കുന്നത് ജീവിതത്തിൽ മാതൃകയാക്കി കാണിച്ച ദൈവദാസന്മാർ, അവരുടെ ഒരു കൂട്ടത്തിലാണ് ഞാൻ ചെന്ന് പെട്ടത്. എന്നെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ അല്ലെങ്കിൽ ആരംഭകാലങ്ങളിൽ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ചെറിയാൻ ഫിലിപ്പ് എന്ന് പറയുന്നൊരു ദൈവദാസൻ, എൻ്റെ ഓർമ്മയിൽ ഞാൻ വിശ്വാസത്തിൻ്റെ ആരംഭകാലങ്ങളിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തെയാണ് കണ്ടത്. ഇന്ന് വ്യക്തികളെ നോക്കുന്നില്ലെങ്കിലും അന്ന് വ്യക്തികളെ നോക്കുമായിരുന്നു. അതായത് നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ ആരംഭകാലങ്ങളിൽ നമ്മൾ പ്രസംഗത്തെക്കാൾ അധികം ശ്രദ്ധിക്കുന്നത് ജീവിതമാണ്. അതുകൊണ്ട് ഈ പല സ്ഥലത്തും ഏറ്റവും അധികം ആളുകൾ കബളിപ്പിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ആളുകൾ വിശ്വാസം പോലും വിട്ടകന്ന് പോകാനുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ജീവിതം ഇല്ലാത്തതാണ്. നമ്മുടെ അടിസ്ഥാനം ശരിയായാൽ നമ്മുടെ വളർച്ചയും ശരിയാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള ചതികളിൽ പെടാതെ യഥാർത്ഥമായി
ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുമ്പോട്ട് പോകണം. ഒരുപാട് വളച്ചുകെട്ടലുകളില്ലാതെ ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. പത്രോസിൻ്റെ 2-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങളിൽ നിന്നാണ് നമ്മൾ കേൾക്കുവാനായിട്ട് പോകുന്നത്. ആ 2-ാം അധ്യായം, പത്രോസിൻ്റെ 2-ാം ലേഖനം 2-ാം അധ്യായം ആരംഭിക്കുമ്പോൾ, എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു, അങ്ങനെയാണ് ആരംഭിക്കുന്നത്. പത്രോസിൻ്റെ 2 ലേഖനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ, 1-ാമത്തെ ലേഖനം കൊടിയ കഷ്ടതയിലൂടെ പോകുന്ന ആദിമകാല വിശ്വാസികളെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് പ്രബോധിപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് എഴുതുന്നൊരു ഭാഗമാണ്. എന്നാൽ പത്രോസിൻ്റെ 2-ാമത്തെ ലേഖനത്തിൻ്റെ പ്രധാന കേന്ദ്ര വിഷയം എന്ന് പറയുന്നത് കള്ളപ്രവാചകന്മാർ, ജനത്തെ വാണിഭമാക്കുന്നവർ, അതായത് ജനത്തെ ഒരു കച്ചവട ചരക്കാക്കി മാറ്റുന്നവർ. ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് എക്സ്പ്ലോയിറ്റിംഗ് എന്നാണ്. അതായത് ജനത്തെ സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി ചൂഷണം ചെയ്യുന്നവർ, തെറ്റായ ഉപദേശങ്ങൾ തിരികെ കയറ്റുന്നവർ, നിത്യതയുടെ വെളിപ്പാടിൽ നിന്ന്, പാപബോധത്തിൽ നിന്ന് ജനത്തെ വഴിമാറ്റി യേശുവിൻ്റെ പേരിൽ, സുവിശേഷത്തിൻ്റെ പേരിൽ ലോകത്തിലെ ഭൗതിക നന്മകളിൽ തളച്ചിടുന്നവർ. ഇങ്ങനെ മുമ്പോട്ട് പോയി ഒടുവിൽ നിത്യമായ നാശത്തിലേക്ക് സ്വയം എത്തപ്പെടുന്നവരും മറ്റുള്ളവരെ എത്തിക്കുന്നവരുമായ കള്ള അപ്പോസ്തലന്മാർ, ദുരുപദേഷ്ടാക്കന്മാർ. ഇവരെ എങ്ങനെയാണ് തിരിച്ചറിയേണ്ടുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. എനിക്കറിയാം ഒരുപാട് പേരൊന്നും ഈ വീഡിയോ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ കാരണം എന്താണ് സത്യത്തിൽ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. മനുഷ്യർ അന്ധന്മാരായി മാറി. ഒത്തിരി പേര് അവരുടെ പണം നഷ്ടപ്പെട്ടവരെ എനിക്കറിയാം. ഒത്തിരി പേര് ലക്ഷക്കണക്കിന് രൂപ ആത്മീയതയുടെ പേരിൽ വിടുതലിന് വേണ്ടി കൊടുത്തിട്ട് അവസാനം ഉള്ള കിടപ്പാടം പോലും പോയ ആളുകളെ എനിക്കറിയാം. ഇതിൻ്റെ എല്ലാം വാർത്തകൾ ഇഷ്ടം പോലെ നമ്മൾ കാണുമ്പോഴും പിന്നെയും ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ദൈവത്തിന് കൊടുക്കണ്ട എന്നുള്ളതൊന്നുമല്ല. നിങ്ങളുടെ നീതി പരീശന്മാരുടെയും സദൂക്യരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ നിങ്ങൾക്ക് കയറാൻ പറ്റില്ല എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം ആത്മീകവും ഭൗതികവുമായ എല്ലാ മേഖലകളിലും നമുക്കുള്ളതിൻ്റെ പങ്ക് നമ്മൾ ദൈവത്തിന് കൊടുക്കണം. പക്ഷേ ഒരു കാരണവശാലും നമ്മൾ വഞ്ചിക്കപ്പെടാതിരിക്കണമെങ്കിൽ സത്യത്തെ നമ്മൾ മനസ്സിലാക്കുകയും ദൈവവചനം എന്താണ് പറയുന്നത് എന്നുള്ളത് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പത്രോസിൻ്റെ ഈ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം പറഞ്ഞു തുടങ്ങുന്നത് ഉണ്ടായിരുന്നു എന്നാണ്. എന്നാൽ എന്ന് തുടങ്ങിയാണ്. അതായത് 1-ാമത്തെ അധ്യായത്തിൻ്റെ കണ്ടിന്യൂവേഷനാണ് 2-ാമത്തെ അധ്യായം. 1-ാമത്തെ അധ്യായം പറഞ്ഞു നിർത്തുന്നത് പ്രവചനത്തെക്കുറിച്ചാണ്. പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല. ദൈവനിയോഗത്താൽ അല്ലെങ്കിൽ ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചത്. ഞാനൊരിക്കലും പ്രവചനത്തിനെതിരല്ല. പ്രവാചകന്മാരെ ഞാൻ അടച്ചാക്ഷേപിക്കാറുമില്ല. ഞാൻ പ്രവചന ശുശ്രൂഷ ചെയ്യുന്ന ഒരാളാണ്, എന്നെ അറിയാവുന്നവർക്കറിയാം. പക്ഷേ യഥാർത്ഥമായ പ്രവചനം സത്യത്തിൽ എന്താണ്? നമ്മൾ പ്രവാചകന്മാർ തെറ്റാണ്, പ്രവചനമില്ല, പ്രവാചകന്മാർക്കെതിരായാൽ ദൈവത്തിനാണ് എതിരാകുന്നത്. കാരണം പ്രവചനം എന്ന് പറയുന്ന ഒരു ശുശ്രൂഷ ദൈവം സഭയ്ക്ക് നൽകിയ ഏറ്റവും മനോഹരമായ ശുശ്രൂഷകളിൽ ഒന്നാണ്. അത് കഷ്ടതകളിൽ നമ്മളെ ബലപ്പെടുത്താനും ദൈവത്തിൻ്റെ ഉദ്ദേശം തിരിച്ചറിയാനും പാപബോധത്തിലേക്ക് വരുവാനും ശുദ്ധീകരണത്തിലേക്ക് വരുവാനുമായി ദൈവം നമുക്ക് നൽകി തന്ന മനോഹരമായ ഒരു ശുശ്രൂഷയാണ് പ്രവചനം. പക്ഷെ ഇന്ന് ഈ പ്രവചനങ്ങളെ ഏറ്റവും അധികം ദുരുപയോഗം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. അപ്പം ഇവിടെ കള്ളപ്രവാചകന്മാർ ഉണ്ടായിരുന്നെന്നാണ്. ഇന്ന് കാണുന്ന പല സംഭവങ്ങളും കാണുമ്പോൾ ദൈവദാസന്മാരെന്നുള്ള പേര്, ആത്മീയ നേതാക്കന്മാരെന്നുള്ള പേര് ഇവരൊക്കെ പലരും കാണിച്ചു കൂട്ടുന്ന പലതും കാണുമ്പോൾ ആൾക്കാർ പറയുക ആത്മീക ലോകം നശിച്ചു, ആത്മീയ ഗോളം നശിച്ചു, എല്ലാം പോയി എന്നുള്ളത്. പക്ഷെ നമ്മളൊരു സത്യം മനസ്സിലാക്കണം. ഇത് ഇന്ന് തുടങ്ങിയതല്ല, ഇത് പണ്ടേ ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഇന്ന് ഇത് സകല മറയും നീക്കി
ഒരു ലേശം പോലും ജാള്യതകളില്ലാതെ പബ്ലിക്കലി വന്ന് പറയുന്നൊരു നിലവാരത്തിലേക്ക് ഇത് മാറിപ്പോയി എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. പക്ഷെ പണ്ടിത് ഒളിഞ്ഞും തിരിഞ്ഞുമൊക്കെ ഉണ്ടായിരുന്നു. കാരണം വചനത്തിൽ എഴുതിയിരിക്കുന്നു, പണ്ടേ ഉണ്ടായിരുന്നു. പ്രവാചകനായ ഇരമ്യാവിൻ്റെ സമയത്ത് ഇരമ്യാവൊക്കെ പ്രവാസത്തിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ പോകത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ കള്ളപ്രവാചകന്മാർ അന്നത്തെ കാലത്തുണ്ടായിരുന്നു. മീഖാവ് പ്രവചിച്ചപ്പം മീഖാവിനെതിരായി പ്രവചിച്ച എത്രയോ ആളുകൾ ആ സമയത്തുണ്ടായിരുന്നു. അപ്പൊ വേദപുസ്തകത്തിന്റെ എല്ലാ കാലങ്ങളിലും ഇതുണ്ട്, ഇല്ലേ? എന്ത് സാധനം ഇറങ്ങിയാലും അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുമെന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഈ ഒറിജിനൽ നോട്ടുകളെ വെല്ലുന്നതാണ് ഈ വ്യാജ നോട്ടുകൾ. അപ്പം ഇത് ശരിക്കും വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അനേകരെ തെറ്റിച്ച് കളയാനാണ്. എല്ലാ കാലത്തും സഭ അല്ലെങ്കിൽ ആത്മീയ കൂട്ടങ്ങൾ നേരിട്ട പ്രതിസന്ധി അകത്തുനിന്ന് വരുന്ന ദുരുപദേഷ്ടാക്കന്മാരെയും കള്ളനാണയങ്ങളെയും തിരിച്ചറിയാൻ കഴിയാതെ പോയി അവരുടെ ചതിയിൽ അനേകർ വീണു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ പണ്ട് ഇവരുണ്ടായിരുന്നു. ഇവരെന്താണ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഇതിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്? ഒന്ന്, നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് നാഥനെ തള്ളിപ്പറയും. അതായത് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ലാത്ത ഉപദേശങ്ങൾ വേദപുസ്തകത്തിൽ അപ്പോസ്തോലന്മാർ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിട്ടില്ലാത്തത് ഇതിൻ്റെ അകത്തേക്ക് കയറ്റും. നിത്യതയുടെ ഒരു കാര്യവും പ്രസംഗിക്കില്ല. പാപബോധം ഒരിക്കലും ആ ശുശ്രൂഷകളിൽ ഉണ്ടാകില്ല. മറ്റെന്തിലൊക്കെയോ ജനത്തെ തളച്ചിട്ട് വെറും അടിമകളാക്കി കളയും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാനായിട്ട് ശ്രമിക്കുന്നത്, വചനത്തിൻ്റെ അകത്തില്ലാത്ത ഒരു കാര്യത്തെയും നമ്മൾ അംഗീകരിക്കാനായിട്ട് പാടില്ല. അഥവാ അനുഭവങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും വചനാടിസ്ഥാനത്തിൽ, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതിനെ മനസ്സിലാക്കണം. എത്ര കുടുംബങ്ങളാണെന്നറിയാവോ ഈ പ്രവാചകന്മാർ നിമിത്തം തകർന്നു പോയത്? എത്ര പേരുടെ ബന്ധങ്ങളാണെന്നറിയാമോ തകർക്കപ്പെട്ടു പോയത്? ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, എത്ര പേരുടെ സാമ്പത്തിക നന്മകളാണെന്നറിയോ നഷ്ടപ്പെട്ടു പോയത്? ഇത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് സാധാരണക്കാരായ വിശ്വാസികൾക്കാണ്. വളരെ വേഗത്തിൽ മുമ്പോട്ട് പോകാം. അപ്പോൾ ഒന്ന്, വചനത്തിലില്ലാത്ത ഉപദേശങ്ങൾ പ്രസ്താവിക്കുന്നു. രണ്ട്, പലരും ഇവരുടെ പിന്നാലെ പോകും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഞാനൊരു സത്യം പറയാം. നമ്മൾ ഈ സത്യവും വചനവും ഉപദേശവും ഒക്കെ പ്രസംഗിച്ചാൽ നമുക്ക് വലിയ കോടീശ്വരനാകാനൊന്നും പറ്റത്തില്ലെന്നുള്ളതാണ് സത്യം. കുറച്ച് ഈ ദ്രവ്യാഗ്രഹത്തിൻ്റെ കൗശലവാക്കും ഒക്കെ നമ്മൾ പറഞ്ഞ ഈസി ആയിട്ട് ആളുകളെ നമുക്ക് ചതിക്കാൻ പറ്റും. അതിന് ഒരു പ്രയാസവും ഇല്ല, നിഷ്പ്രയാസം പറ്റും. പക്ഷെ ചെയ്യുന്നവർ മനസ്സിലാക്കുന്നില്ല ഇതിനെല്ലാം കണക്ക് കൊടുക്കേണ്ടി വരുന്ന ഒരു ദിവസം ഉണ്ടെന്നുള്ളത്. ഇതൊക്കെ താൽക്കാലികമായ ലാഭം മാത്രമാണ്. പലരും ഇതിൻ്റെ പിന്നാലെ പോകും. ദൈവത്തിന് സ്തോത്രം. ആള് കൂടുന്നിടമെല്ലാം ആത്മാവുണ്ടെന്ന് നിങ്ങൾ ധരിക്കരുത്, അത് തെറ്റാണ്. ആള് കൂടുന്നിടത്തെല്ലാം വിടുതലാണ് നടക്കുന്നത് നിങ്ങൾ ധരിക്കരുത്. അടുത്തത്, സത്യമാർഗം ദുഷിക്കപ്പെടും. സത്യമല്ലേ? നിങ്ങൾ ഇന്ന് സമൂഹ മാധ്യമങ്ങളിലേക്ക് നമ്മൾ കയറിയാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ട്രോൾ ചെയ്തുകൊണ്ട് എത്രയോ വീഡിയോകളാണ് നമ്മൾ കാണുന്നത്. ഈ ദൈവദാസ സത്യത്തിൽ ഇത്രയും നല്ലൊരു വിശ്വാസ സംഹിത മറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല. ശരിക്കും ബൈബിളിനെ അനുസരിച്ചൊരു വ്യക്തി ജീവിക്കുകയാണെങ്കിൽ അവൻ്റെ രാഷ്ട്രത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കും, നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഹർത്താലില്ല, സമരമില്ല, കള്ളുകുടിയില്ല, പെണ്ണുപിടിയില്ല, ദ്രോഹമില്ല, ദൈവത്തെ വിളിച്ച് ജീവിക്കുക. പക്ഷേ ഇന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ, ഹിന്ദുക്കളും അല്ലെങ്കിൽ മറ്റുള്ളവരുമൊക്കെ ഇതെടുത്തുകൊണ്ട് വന്നിട്ട് ഇതാണ് പാസ്റ്റർമാർ, ഇതാണ് ദൈവദാസന്മാർ എന്ന് പറയത്തക്ക നിലയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞുപോയി. അതുകൊണ്ട് മൊത്തത്തിൽ സുവിശേഷത്തിന് അപമാനമുണ്ടാകുകയാണ്. സുവിശേഷം എന്താണെന്ന് പ്രസംഗിക്കപ്പെടുന്നില്ല. സത്യസുവിശേഷവും സത്യവചനവും എന്താണെന്ന് പൊതുസമൂഹം കാണുന്നില്ല.
അങ്ങനെ ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മറയുകയാണ്. അടുത്തത്, ജനത്തെ വാണിഭമാക്കും. ശരിക്കും ജനത്തെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ്. ആൾക്കാർക്കത് മനസ്സിലാകത്തില്ല. ദ്രവ്യാഗ്രഹത്തിൻ്റെ കൗശല വാക്കുകൾ പറഞ്ഞ്, ദൈവത്തിൻ്റെ പേര് പറഞ്ഞ്, ഇതിനെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും? ഈ ദ്രവ്യാഗ്രഹത്തെക്കുറിച്ച് പറയുന്നത് 14-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ദ്രവ്യാഗ്രഹത്തിൽ അഭ്യാസം തികഞ്ഞ ഹൃദയമുള്ളവരായ ശാപയോഗ്യന്മാർ. എങ്ങനെ പണം പിരിക്കണമെന്ന് അവർക്കറിയാം, എങ്ങനെ ഒരാളെ ചൂഷണം ചെയ്യണമെന്നറിയാം. അത് കൃത്യമായിട്ട് അത് ചെയ്യുന്നവർക്കറിയാം. നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത, വിചാരിക്കാത്ത നിലയിലായിരിക്കും അവരത് ചെയ്യുന്നത്. പക്ഷേ ഇതിനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാനായിട്ട് പറ്റും പ്രിയമുള്ളവരെ? അടുത്ത വാക്യങ്ങളിലേക്ക് പോകുമ്പോൾ കൃത്യമായി ഇതിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ജനത്തെ വാണിഭമാക്കും. താഴോട്ടുള്ള വാക്യങ്ങളിൽ പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ ഇരുന്നതിനെക്കുറിച്ചും സോദോം ഗോമോറ പട്ടണത്തെ നശിപ്പിച്ചപ്പോൾ ലോത്തിനെ വിടുവിച്ചതിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ട് താഴോട്ട് വരുമ്പോൾ പറയുന്നൊരു കാര്യം, ഇനി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ഗൗരവമായി എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധിക്കണം. എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്തു 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 എന്ന് മാത്രമേ ഇങ്ങനെയുള്ളവർ പറയത്തുള്ളൂ. അതായത് നമ്മൾ എന്താകണമെന്ന് ഒരിക്കലും പറയത്തില്ല. യേശു നിന്നെ വിടുവിക്കുന്നു, യേശു നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു, യേശു നിന്റെ ശാപം മാറ്റുന്നു, യേശു നിന്റെ രോഗം മാറ്റുന്നു, എല്ലാം സത്യമാണ്. സത്യമല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് മാത്രമായി മാറുകയാണ്. ഞാൻ യേശുവിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടുന്നത്? എൻ്റെ ജീവിതം എങ്ങനെയാണ് മാറേണ്ടുന്നത്? ഇന്നലെ തന്നെ വിശുദ്ധ സഭായോഗത്തിൽ ഞാൻ ശുശ്രൂഷിച്ചപ്പോൾ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിലെ ഒരു വാക്യമാണ് എടുത്തത്. ഒടുവിൽ കർത്താവിലും അവിടുത്തെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ എന്നാണ് പറയുന്നത്. ഫൈനലി ബി സ്ട്രോങ് ഇൻ ദ ലോർഡ്. ശക്തിപ്പെടുക. തിമത്തിയോസിനോട് അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ഏറ്റവും ഒടുവിലത്തെ ലേഖനം എഴുതുമ്പോൾ, എൻ്റെ മകനെ, ക്രിസ്തുവേശുവിലെ കൃപയിൽ നീ ശക്തിപ്പെടുക. എന്താണ് അതിൻ്റെ അർത്ഥം? എഫേസ്യ ലേഖനം 1-ാം അധ്യായവും 2-ാം അധ്യായവും ഒക്കെ ക്രിസ്തുവിൽ നൽകപ്പെട്ട അനുഗ്രഹങ്ങൾ, പദവി, സഭ എന്താണ്, സഭയിൽ നമ്മൾ ആരാകണം, ഇതെല്ലാം പറഞ്ഞിട്ട് ഒടുവിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് നമ്മൾ യേശുവിനെ അറിഞ്ഞു, നമ്മൾ രക്ഷിക്കപ്പെട്ടു, നമ്മൾ കർത്താവിൻ്റെ കൃപയിൽ വന്നു, നമ്മൾ അനുഗ്രഹങ്ങൾ അനുഭവിച്ചു. പക്ഷേ ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ എന്തായിത്തീരണം? പത്രോസിൻ്റെ 2-ാമത്തെ ലേഖനത്തിൻ്റെ അകത്തേക്ക് നമ്മൾ വരുമ്പോൾ, പാപം കണ്ട് തൃപ്തിപ്പെടാത്ത കണ്ണുള്ളവർ, സ്ഥിരമല്ലാത്ത ദേഹികളെ വശീകരിക്കുന്നവർ, അതായത് പ്രസംഗങ്ങളും പഠിപ്പീരുകളുമെല്ലാം ലോകത്തിൻ്റെ സകല സുഖങ്ങളും അനുഭവിക്കാനുള്ളതാണെന്നും ഇതെല്ലാം ദൈവം തന്നതാണെന്നും ഇതൊന്നും കുഴപ്പമില്ലെന്നും ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണെന്നും പറഞ്ഞ് ലഘൂകരിച്ച് ലോകത്തോട് അനുരൂപപ്പെടുത്തി ദൈവകൃപയിൽ നിന്ന് സാവധാനം അവരെ പിന്നിലേക്ക് കൊണ്ടുപോകുന്നു. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അപകടമെന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള പഠിപ്പീരുകളുടെ ആരംഭത്തിൽ ഇതെല്ലാം നല്ലതാണെന്ന് നമുക്ക് തോന്നും, നമ്മളെക്കുറിച്ച് തൃപ്തി വരുത്തും. അതായത് നിങ്ങൾ ഇനിയൊന്നും അറിയാനില്ല, ഇനിയൊന്നും ചെയ്യാനില്ല, നിങ്ങളുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു, ഇനി എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരാളെ ഒരു വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചു. കയ്യോടെ പൊക്കി ആ കൂട്ടായ്മ അതറിഞ്ഞപ്പം അവർ പറയുകയാണ്, 7 ദിവസം ഞാൻ ഉപവസിക്കും, അത് കഴിഞ്ഞിട്ട് ഞാനിത് നിർത്തും, ദൈവം ക്ഷമിക്കും. കഷ്ടം എന്നല്ലാതെ എന്തു പറയാൻ? അപ്പം ആളുകളുടെ വിചാരം എന്ത് തെറ്റും ചെയ്തിട്ട് ചുമ്മാ രക്തത്താൽ കഴുകൽ പ്രാപിച്ചാൽ ഇതൊക്കെ പോകുമെന്നാണ്. പൗലോസ് പോലും പറയുന്നത് പാപം ചെയ്യരുത്. ഈ വായിച്ച വാക്യത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ട് ഓടിയവർ അതിൽ കുടുങ്ങി തോറ്റുപോകാൻ സാധ്യതയുണ്ട്, കുടുങ്ങാൻ സാധ്യതയുണ്ട്.
അവരുടെ അവസാനം ആദ്യത്തേതിനേക്കാൾ മോശമാകും. അപ്പോൾ നോക്കിക്കേ, പാപത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നില്ല, വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നില്ല, നിത്യതയെക്കുറിച്ച് പ്രസംഗിക്കുന്നില്ല, ഒരു വ്യക്തി എന്താകണമെന്ന് പഠിപ്പിക്കുന്നില്ല. പിന്നെയോ ദൈവമെല്ലാം തന്നിരിക്കുന്നു, ഇതെല്ലാം ആസ്വദിക്കാനുള്ളതാണ്, ഇതെല്ലാം എൻജോയ് ചെയ്യാനുള്ളതാണെന്ന് പറഞ്ഞ് മാനസാന്തരമില്ലാത്ത അവസ്ഥയിൽ വെറും പ്രസംഗങ്ങൾ വാക്കായി മാറുന്നു. ജീവിതം പ്രസംഗങ്ങളോട് പൊരുത്തപ്പെട്ടു പോകുന്നില്ല. നമ്മൾ പ്രസംഗിക്കുന്നതിനേക്കാൾ അധികം നമ്മുടെ ജീവിതത്തിൽ ആ ക്വാളിറ്റീസ് ഉണ്ടാകണം. യഥാർത്ഥമായ രൂപാന്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കണം. മാനസാന്തരം ദിവസം തോറും ഉണ്ടാകണം. സമർപ്പണം ദിവസം തോറും ഉണ്ടാകണം. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ ലേഖനത്തിൽ എന്താ പറയുന്നത്? ലഭിച്ചു എന്നല്ല, ലഭിക്കുമോ എന്ന് വെച്ച് ഞാൻ ഓടുകയാണ്. അപ്പം അദ്ദേഹം ഓടുകയാണ്. തിമോത്തിയോസിനോട് പറയുക, വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക, ഹോൾഡ് ഓൺ ടു എറ്റേണൽ ലൈഫ്, നിത്യജീവനെ പിടിച്ചു കൊള്ളുക, ദ്രവ്യാഗ്രഹം വിട്ടോടുക, വിട്ടിട്ടോടണം. നീതി, ദയ, സൗമ്യത, ദൈവഭക്തി, ഇതൊക്കെ മുറുകെ പിടിച്ചുകൊള്ളുക. ദൈവത്തിന് സ്തോത്രം. അപ്പം ഇങ്ങനെയുള്ള പഠിപ്പീരുകളിൽ ജനത്തെ പാപബോധത്തിലേക്കും ദൈവഭയത്തിലേക്കും കൊണ്ടുവരാതെ അവരെ മറ്റെന്തൊക്കെയോ പറഞ്ഞ് മോഹവലയത്തിലാക്കി തീർക്കുന്നു. അവരിങ്ങനെ സ്വയം സംതൃപ്തരായി തൃപ്തരായി മുൻപോട്ട് പോകുന്നു. പക്ഷെ കാലങ്ങളിൽ പരിശുദ്ധാത്മാവ് അവരുടെ ജീവിതത്തിൽ ഇല്ലാത്തതുകൊണ്ട് വലിയ തകർച്ചകളിലേക്ക് പോകുന്നു. തലമുറകൾ പിന്മാറ്റത്തിലേക്ക് പോകുന്നു. അവർ ദൈവഭയമില്ലാത്തവരായി മാറുന്നു. അവർ നാളെ ഇറങ്ങി ഇതിനെതിരെ പ്രസംഗിക്കുന്നു. വിശ്വാസം ശരിയല്ല, വചനം ശരിയല്ല, ഉപദേശം ശരിയല്ല. കാരണം അവർക്ക് അനുഭവമില്ല, അവർ കാണുന്നില്ല. കുറച്ച് വാചാലതയിൽ പ്രാർത്ഥിച്ചതുകൊണ്ടൊന്നും ജീവിതമാകണമെന്നില്ല. വാചാലതയിൽ പ്രസംഗിച്ചതുകൊണ്ട് ജീവിതമാകണമെന്നില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നാം പ്രസംഗിക്കുന്നത് തെളിയിക്കപ്പെടണം. എലീശായെക്കുറിച്ച് ആ സ്ത്രീ പറയുന്ന വാക്കുകൾ എന്താ? കൂടെ കൂടെ ഇതുവഴി കടന്നു പോകുന്ന മനുഷ്യൻ ദൈവഭക്തനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു സ്ത്രീ പറഞ്ഞതാണ്. വീട്ടിൽ വിളിച്ച് കയറ്റി, മനസ്സിലാക്കിയിട്ടാണ് കയറ്റിയത്. ഞാൻ ഒത്തിരി ആ സ്ത്രീയെക്കുറിച്ച്, അല്ലെങ്കിൽ ആ മാന്യ സ്ത്രീയെക്കുറിച്ച് ഞാൻ വായിക്കാറുണ്ട്. പുരുഷന്മാരെക്കാൾ അധികം ഒബ്സർവ് ചെയ്യാൻ സ്ത്രീകളാണ് കുറച്ചുകൂടി മിടുക്കരെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഈ ദൂതുകൾ ശരിയായതുകൊണ്ടോ ആലോചനകൾ ശരിയായതുകൊണ്ടോ അതൊന്നും ദൈവികമാണെന്നൊന്നും പറയാൻ പറ്റില്ല. 100 കണക്കിന് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നിന്നുകൊണ്ടാണ് ഈ പറയുന്നത്. പ്രിയമുള്ളവരെ, വചനത്തിൻ്റെ സത്യവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകണം. ഇതൊന്നും വലിയ മാർക്കറ്റൊന്നും ഇല്ലാത്ത മേഖലയാണ് കേട്ടോ. കുറച്ച് വിട്ടുവീഴ്ചയൊക്കെ ചെയ്താൽ ആളെ കൂട്ടാനൊക്കെ എളുപ്പമാണ്. അങ്ങനെ ദൂതുകളൊന്നും പറയാത്ര പ്രയാസമുള്ള കാര്യമാണെന്നും തോന്നുന്നില്ല. പോട്ടെ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. പത്രോസിൻ്റെ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം മുഴുവനും ഒന്ന് വായിച്ച് പഠിച്ച് മനസ്സിലാക്കുക. അതിൻ്റെ അകത്ത് ഈ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. സത്യമാർഗം ദുഷിക്കപ്പെടും. അടുത്തത്, വ്യഭിചാരിണിയെ കണ്ട് തൃപ്തിപ്പെടാത്ത കണ്ണുള്ളവർ. ഞാൻ പാപത്തെക്കുറിച്ച് ഇതിനു മുമ്പ് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പുറമേയുള്ള ബഹളത്തിലും പുറമൂടിയിലും ഒന്നുമല്ല, യഥാർത്ഥമായ ഒരു ആത്മീയ ജീവിതത്തിൽ സത്യസന്ധമായി പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നത് പോലെ വിശ്വസ്തയോടെ, ആരും അറിഞ്ഞില്ലെങ്കിലും ജീവിതത്തിൻ്റെ അകത്ത് പറയുന്ന രീതിയിൽ ഒന്നും നേടാൻ പറ്റിയില്ലെങ്കിലും ജീവിക്കാൻ ആവശ്യമുള്ളതൊക്കെ മാന്യമായി ഇത് തരും. പണം, അതിൻ്റെ അർത്ഥം പണം വേണ്ടാന്നല്ല. നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി സാധനം മേടിച്ചിട്ട് ബ്രദറെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റുകാരെ നമ്മളെ വിടത്തില്ല. അതൊക്കെ നമ്മുടെ ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ആവശ്യമായിട്ടുള്ളത്, മാന്യമായിട്ടുള്ളതൊക്കെ ദൈവം തരും. പക്ഷേ ഒരിക്കലും വചനത്തെ വിറ്റ് കാശാക്കുക, ദ്രവ്യാഗ്രഹത്തിൻ്റെ ഇത്തരത്തിലുള്ള കപടതകളിൽ വീഴാതെ ഇരിക്കുക. കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു.
നിങ്ങളുടെ ജനത്തിനായിട്ട് പ്രാർത്ഥിക്കും. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപ അവരോടുകൂടെ ഇരിക്കണം. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം സഹായിക്കണം. ചതികളിലൊന്നും വീണുപോകാതെ സത്യസന്ധമായി ദൈവസന്നിധി ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. വീണ്ടും ദൈവം അനുവദിക്കുന്നെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.